തൊണ്ടർനാട് മട്ടിലിയത്ത് മാവോവാദികൾ പോലീസുകാരന്റെ വീട്ടിലെത്തി ബൈക്ക് കത്തിച്ച കേസിൽ മാവോവാദി നേതാവ് രൂപേഷ് ഉൾപ്പെടെ 4 പ്രതികളെ കോടതി ശിക്ഷിച്ചു. രൂപേഷിന് പുറമെ കന്യാകുമാരി, അനൂപ്, ബാബു ഇബ്രാഹിം എന്നിവരെയാണ് കൊച്ചി NIA കോടതി ശിക്ഷിച്ചത്. രൂപേഷിന് 10 വർഷം തടവും അനൂപിന് 7 വർഷം തടവും മറ്റ് 2 പേർക്കും 6 വർഷം തടവുമാണ് ശിക്ഷ വിധിച്ചത്. തൊണ്ടർനാട് മട്ടിലയത്ത് താമസിക്കുന്ന സിവിൽ പോലീസ് ഓഫീസർ AB പ്രമോദിനെ വീട് കയറി സായുധ സംഘം ഭീഷണിപ്പെടുത്തുകയും മാവോയിസ്റ്റ് ലഘുലേഖകൾ വിതരണം ചെയ്യുകയും പോസ്റ്റർ പതിക്കുകയും ചെയ്ത കേസിലാണ് 4 പ്രതികൾക്കെതിരെ കൊച്ചി NIA കോടതിയുടെ ശിക്ഷാവിധി. 8 പേരുള്ള കേസിൽ 3 പ്രതികൾ ഇനി പിടിയിലാകാനുണ്ട്. രൂപേഷിനും കന്യാകുമാരിക്കുമെതിരെ ഗൂഢാലോചനയും തീവ്രവാദ പ്രവർത്തനങ്ങളും തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി. അനൂപിനും ബാബു ഇബ്രാഹിമിനുമെതിരെ തീവ്രവാദ സംഘടനയിൽ അംഗമായതിനും സഹായം ചെയ്തതിനും UAPA നിയമത്തിലെ 38, 39 വകുപ്പുകൾ മാത്രമാണ് തെളിഞ്ഞത്. 2014 ഏപ്രിൽ 24-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. അന്നേ ദിവസം രാത്രിയിൽ സായുധരായി വീട്ടിലെത്തിയ പ്രതികൾ മാവോ അനുകൂല മുദ്രാവാക്യം മുഴക്കുകയും വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും വീടിന്റെ ചുവരിൽ നോട്ടീസ് പതിക്കുകയും ചെയ്തിരുന്നു. വീടിന്റെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന പ്രമോദിന്റെ ബൈക്ക് കത്തിക്കുകയും ചെയ്തു. പോലീസുകാരനായ പ്രമോദ് വനത്തിലെ മാവോവാദികളെ ഒറ്റിക്കൊടുക്കാൻ സഹായിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു ആക്രമണം. സംഭവത്തിൽ UAPA പ്രകാരം പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നതിനിടെയാണ് കേസ് NIA ഏറ്റെടുത്തത്. ജില്ലയിൽ NIA ഏറ്റെടുത്ത ആദ്യ കേസാണിത്. അബ്ദുള്ള പള്ളിയാൽ, മലനാട് ന്യൂസ്.